അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചിക്കനക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കാം. 1 ടീസ്പൂൺ ചിക്കൻ മസാല, 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. ആ സമയം കൊണ്ട് തന്നെ നമുക്കിതിലേക്ക് വേണ്ട മസാലക്കൂട്ടൊന്ന് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പിൽ വെച്ചുകൊണ്ട് 1 ടേബിൾ സ്പൂണോളം പച്ചമല്ലി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 1 ടീസ്പൂണോളം പെരിഞ്ജീരകം, ഒരു 4 തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ അതുപോലെ ഒന്ന് വറുത്തെടുക്കാൻ. നമ്മളിതുപോലെയൊക്കെ വറുത്തെടുക്കുന്ന സമയത്ത് ഒരിക്കലും ഫ്ലെയിം കൂട്ടി വെക്കരുത് കേട്ടോ. അങ്ങനെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞിട്ട് ടേസ്റ്റിൽ വ്യത്യാസം വരും. അപ്പോൾ ഏകദേശം നമ്മൾ മസാലയൊക്കെ ഒന്ന് വറവായി കിട്ടിയിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് ചൂടാറി വരുന്ന സമയത്ത് ഇതുപോലെ ഒരു ഇടിക്കല്ലിൽ ഇട്ടുകാണ് നന്നായിട്ട് തന്നെ ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മളിതുപോലെ പൊടിച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് തരിയോട് കൂടിയിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. അപ്പോൾ മിക്സിയിൽ ഇട്ടുകാണ്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത് കണ്ടില്ല, ഇതുപോലെ വേണം കേട്ടോ പൊടിച്ചെടുക്കാൻ. ഇനി ബാക്കിയുള്ളത് ഞാൻ അതുപോലെ തന്നെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3 പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഉള്ളി ഇഞ്ചിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 3 തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കാം. തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ചേർത്തതിന് ശേഷം ഇതിൻ്റെ എല്ലാ സൈഡുക്കും മസാല എത്തക്ക വിധത്തിൽ തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു 10 മിനിറ്റ് ഇതുപോലെ ഒന്ന് അടച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കനൊക്കെ പെട്ടെന്ന് തന്നെ ഒന്ന് വെള്ളം ഇറങ്ങി വന്നോളും. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. അപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ സമയത്ത് ചിക്കനൊക്കെ ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാലക്കൂട്ടുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം വറ്റൽമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 3 വലിയ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെയൊക്കെ ചിക്കൻ ഗ്രേവി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് അടച്ച് വെച്ചുകൊണ്ട് ഒരു 15 മിനിറ്റ് കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അത് കണ്ടില്ലേ, ഏകദേശം ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഞാനൊരു ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല, ഇടയ്ക്ക് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട്. ഇനി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒരു 3 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. നമ്മൾ അത്യാവശ്യം എരിവോട് കൂടിയിട്ട് തന്നെയാണ് കേട്ടോ ഈ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്ര തന്നെ എരിവ് വേണ്ടെന്നുള്ള ആൾക്കാർ മുളകിൻ്റെ അളവൊക്കെ ഒന്ന് കുറച്ചിട്ട് വേണം കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ചിഞ്ചച്ചിലും മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.